ഹായ് ഗൈസ്, വെൽക്കം ടു എജുപോഡ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ചാപ്റ്റർ നമ്പർ 1 കോറിലേഷൻ അനാലിസിസിൽ നിന്ന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഷോ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ നിങ്ങൾ? സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇത്തവണത്തെ മോഡൽ എക്സാമിന് ചോദിച്ച 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഷുവറായിട്ടും എല്ലാ എക്സാമിനും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഫൈൻഡ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ഇവിടെ നമുക്ക് 2 വേരിയബിൾ എക്സും തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫൈൻഡ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. നമ്മുടെ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ all divided by root of n sigma x square minus sigma x whole square. ഇങ്ങനെയല്ലേ? ഇൻറ്റു അതേപോലെ തന്നെ n sigma y square minus sigma y whole square. ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ എന്താ ഇവിടെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നോക്ക്, എക്സ് വൈ അതിന്റെ സമ്മാണ് സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈന്റെ സമ്മ്, എക്സും ഉണ്ട് വൈയും ഉണ്ട്, അതിന്റെ സമ്മിനെയാണ് നമ്മൾ സിഗ്മ എക്സ് വൈ എന്ന് എടുക്കുക. അതായത് എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്താൽ 9 × 8 72, അങ്ങനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടും, അതിന്റെ സമ്മായിരിക്കും സിഗ്മ എക്സ് വൈ. എക്സിന്റെ സമ്മ് ഇതെല്ലാം കൂടി കൂട്ടി എഴുതുന്നതാണ് എക്സിന്റെ സമ്മ് സിഗ്മ എക്സ്, ഇതെല്ലാം കൂടി കൂട്ടി എഴുതുന്നതാണ് സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ സമ്മ്. ഇനി നോക്ക്, എക്സ് സ്ക്വയർ വേണം, അതിന്റെ സമ്മ് വേണം, ആൻഡ് സിഗ്മ എക്സ് വേണം, അതിന്റെ ഹോൾ സ്ക്വയർ വേണം, അത് നമുക്ക് ഓൾറെഡി അറിയാം സിഗ്മ എക്സ്. വൈ സ്ക്വയർ വേണം, അതിന്റെ സമ്മ് വേണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ വേണ്ട കാര്യങ്ങൾ എക്സ് വൈ എന്ന് പറയുന്ന ഒരു കോളം വേണം, എക്സും വൈയും വേണം, എന്തായാലും ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ട്. എക്സ് സ്ക്വയറിന്റെ ഒരു കോളം വേണം, വൈ സ്ക്വയറിന്റെ ഒരു കോളം വേണം. അപ്പം ഞാൻ കോളമൊക്കെ വരച്ച് വെച്ച് കൃത്യമായിട്ട് അവിടെ കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഫസ്റ്റ് എക്സും വൈയും 2 കോളായിട്ട് വരയ്ക്കാം. എക്സ് വരച്ചിട്ടുണ്ട്, വൈ വരച്ചിട്ടുണ്ട്. നോക്കി, നിങ്ങൾക്ക് തന്ന വാല്യൂസ് ഞാൻ ഇങ്ങനെ കുത്തൻ എഴുതിയിട്ടുണ്ട്, എക്സിലത്തതും വൈയിലത്തതും. ഇനി ഞാൻ പറഞ്ഞു എക്സ് വൈയുടെ ഒരു കോളം വേണം, എക്സ് സ്ക്വയറിന്റെ ഒരു കോളം വേണം, വൈ സ്ക്വയറിന്റെ ഒരു കോളം വേണം. എക്സ് വൈ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നോക്ക്, 9 × 8 72, സിമ്പിൾ. 8 × 6 48, കാൽക്കുലേറ്റർ യൂസ് ചെയ്യട്ടോ. 10 × 9 90, 11 × 11 121, അങ്ങനെ എല്ലാം കൂടി ചെയ്ത് നിങ്ങൾ ഇവിടെ എഴുതാം. എല്ലാത്തിൻ്റെയും സമ്മുവാണല്ലോ. ഫസ്റ്റ് സിഗ്മ എക്സ്, ഇതാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടലിനാണ് നമ്മൾ സിഗ്മ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. ഇത് 79. സിഗ്മ വൈ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 70. ഇനി എക്സ് വൈയുടെ സമ്മ് സിഗ്മ എക്സ് വൈ, ദാറ്റ് ഈസ് 739, സിമ്പിൾ. ഇനി എക്സ് സ്ക്വയർ വേണം. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താണോ ഉള്ളത് അതിന്റെ സ്ക്വയർ. 9ന്റെ സ്ക്വയർ 81, 8ന്റെ സ്ക്വയർ 64, 10ന്റെ സ്ക്വയർ 100, 11ന്റെ 121, 12ന്റെ 144, 31 69, 749, 981. ഇതെല്ലാം കൂടി കൂട്ടി എഴുതിയാൽ സിഗ്മ എക്സ് സ്ക്വയർ കിട്ടി 809. അതേപോലെ തന്നെ വൈ സ്ക്വയർ, 8ന്റെ സ്ക്വയർ 64, 6ൻ്റെത് 36, അങ്ങനെ എല്ലാ ഇവിടെയുള്ള വൈൻ്റെതും സ്ക്വയറും നമ്മൾ എഴുതുന്നു. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 700 കിട്ടും. ഇനി ഇക്വേഷൻ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കണം. ആർ ഇസ് ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇനി ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, വാട്ട് ഈസ് എൻ ഹിയർ? ഇവിടെ എൻ എത്രയാ? നോക്ക്, എത്ര എണ്ണം ഉണ്ട് നോക്ക്. ആകെ 1 2 3 4 5 6 7 8, അങ്ങനെയാണ് ഇവിടുത്തെ എൻ എത്രയായിരിക്കും? 8. സിമ്പിൾ ആണല്ലോ. ആ കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതാ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യനിലുള്ള ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമുക്കറിയാവുന്ന ഇക്വേഷൻ എടുത്ത് എഴുതി ടേബിൾ കണ്ടെത്തി വാല്യൂ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ 8, സിഗ്മ എക്സ് വൈ 739, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ 79 × 70, കൃത്യമായിട്ട് എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ദ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 809 അല്ലേ കിട്ടിയത്? 8 ആണ് എൻ, അപ്പോൾ 8 × 809 മൈനസ് സിഗ്മ എക്സിന്റെ ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് 79 ആണ്, അതിന്റെ സ്ക്വയർ. ദാ എൻ ഇൻറ്റു സിഗ്മ വൈ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആർ ഈക്വൽ ടു 382 ബൈ റൂട്ട് 231 ഇൻറ്റു റൂട്ട് 700 കിട്ടും. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, 382 ബൈ 401.7755. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ? അങ്ങനെയാണ്. നോക്ക്, ആർ ഇസ് ഈക്വൽ ടു 0.95. ഇത് ഏത് ടൈപ്പ് കോറിലേഷൻ ആയിരിക്കും? പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? 0നേക്കാളും കൂടുതലാണെങ്കിൽ ആ കോറിലേഷൻ എന്താണ്? പോസിറ്റീവ് കോറിലേഷനാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല, ഞാൻ വെറുതെ ഒന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള സംഭവം, ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടില്ല. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. എടാ, കോറിലേഷൻ 3 എണ്ണമാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇതെങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് വെക്കുക? പോസിറ്റീവ് കോറിലേഷൻ ആണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ 2 ആരോ ആലോചിച്ച് വെച്ചാൽ മതി സംഭവം.
പോസിറ്റീവ് കോറിലേഷൻ ആണ് ഞാൻ എഴുതുന്നത്. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ, നോക്കിക്കേ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ കോസസ് ദ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. ഒരു വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ അടുത്തതും കൂടും. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ കോസസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. ഇപ്പൊ രണ്ട് ആരോ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ. ഒരു വേരിയബിൾ കൂടിയാൽ അടുത്ത വേരിയബിളും കൂടും, ഒരു വേരിയബിൾ കുറഞ്ഞാൽ അടുത്ത വേരിയബിളും കുറയും. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒറ്റ എക്സാമ്പിൾ, 2-3 എക്സാമ്പിളൊക്കെ നിങ്ങൾ എഴുതി വെച്ചോ. ഇൻകം ആൻഡ് എക്സ്പെൻസ്, ഇൻകവും എക്സ്പെൻസും. ഇൻകം കൂടിയാൽ എക്സ്പെൻസും കൂടും. വരുമാനം കൂടുന്നതിനനുസരിച്ച് ചെലവ് കൂടും, വരുമാനം കുറഞ്ഞാൽ ചെലവും കുറയും. അല്ലേ? രണ്ട് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയണമെങ്കിൽ ഒന്ന് കൂടിയാൽ അടുത്തത് കൂടണം, ആദ്യത്തത് കുറഞ്ഞാൽ രണ്ടാമത്തതും കുറയണം. ഇൻകം എക്സ്പെൻസും, ഇൻകം കൂടിയാൽ എക്സ്പെൻസ് കൂടും. ഇൻകം കുറഞ്ഞ് നിങ്ങൾക്ക് കുറഞ്ഞ ഇൻകം ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസും കുറവായിരിക്കും. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നെഗറ്റീവ് കോറിലേഷൻ. ഇതേപോലെ തന്നെ കേട്ടോ, നെഗറ്റീവ് കോറിലേഷൻ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, വളരെ ഈസിയാണ്. നെഗറ്റീവ് കോറിലേഷൻ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. നോക്ക്, ഒന്ന് കൂടിയാൽ അടുത്തത് കൂടുകയല്ല ചെയ്യുക, അടുത്തത് കുറയും. ആദ്യത്തത് കുറയുകയാണെങ്കിൽ രണ്ടാമത്തത് എന്താ ചെയ്യുക? കൂടുക ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ആദ്യത്തെ വേരിയബിൾ കൂടിയാൽ രണ്ടാമത്തത് കുറയും, രണ്ടാമത്തത് കുറഞ്ഞാൽ ആദ്യത്തത് കൂടും. എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞു തരാം. പ്രഷർ ആൻഡ് വോളിയം. പ്രഷർ ആൻഡ് വോളിയം വളരെ ഈസി ആയിട്ടുള്ള എക്സാമ്പിളാ. പ്രഷർ കൂടിയാൽ വോളിയം കുറയും, വോളിയം കൂടിയാൽ പ്രഷർ കുറയും, വോളിയം കുറഞ്ഞ പ്രഷർ കൂടും. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആലോചിച്ച് വെച്ചാൽ മതി. ഇത്ര എഴുതിയാൽ മാർക്ക് കിട്ടും. ആൻഡ് അടുത്തത് സീറോ കോറിലേഷൻ. സീറോ കോറിലേഷൻ ആണ്. സീറോ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് സാർ, അതേപോലെ തന്നെ സീറോ കോറിലേഷൻ ഉണ്ട്. സീറോ കോറിലേഷൻ എന്താ? സീറോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിൽ എന്തുണ്ടാവില്ല? ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾ. നോ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് നമ്മൾ രണ്ട് വേരിയബിൾ എടുക്കുകയല്ലേ ചെയ്യുക. ആ രണ്ട് വേരിയബിളും തമ്മിൽ ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. സാർ അങ്ങനെയാണെങ്കിൽ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതടാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ എക്സാമ്പിൾ എഴുതുന്നുള്ളൂ. ഹൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ്. ബുദ്ധിയും ഉയരവും. ബുദ്ധിയും ഉയരവും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധി കൂടിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഹൈറ്റ് കുറയണമെന്നുണ്ടോ? ഹൈറ്റ് കൂടുന്നവർക്കേ ബുദ്ധി കൂടണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു സീറോ കോറിലേഷൻ എക്സാമ്പിളാണ്. പിന്നെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക്, നാട്ടിൽ പെയ്യുന്ന മഴയുടെ അളവ് അല്ലേ, മഴയുടെ അളവും പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ മതി, ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ, ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സീറോ കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ഇത് മൂന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ. നിങ്ങളത് ഈ 2 ആരോ മാർക്ക് ഇടരുത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ നല്ലതാണ്. മാർക്ക് കൃത്യമായിട്ട് കിട്ടും, 3 മാർക്കും പോക്കറ്റിലെത്തും. അടുത്ത നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പെയർ ഓഫ് വേരിയബിൾ ഹാസ് പോസിറ്റീവ് കോറിലേഷൻ? ഹൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ്. ഹൈറ്റും ഇൻ്റലിജൻസും ഞാൻ പറഞ്ഞത് ഏത് കോറിലേഷൻ എന്നാ? ഹൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ് ഏത് കോറിലേഷനാ? സീറോ കോറിലേഷൻ. യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് ഈൽഡ് ഓഫ് ക്രോപ്പ്. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളയുടെ നമുക്ക് കിട്ടുന്ന വിളയും അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫെർട്ടിലൈസർ, വളം കൊടുക്കുന്നതിന് കൂടുതൽ വളം കൊടുത്താൽ നമുക്ക് കൂടുതൽ വിള കിട്ടൂലേ? നിങ്ങളിപ്പോൾ ഒരു കൃഷിയിടത്തിൽ വളമൊക്കെ കുറച്ചാണ് കൊടുക്കുന്നത്, വളം കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് വിള മാത്രമേ കിട്ടും. അപ്പോൾ അതൊരു പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിളാണ്. കുറച്ച് കൊടുത്താൽ കുറച്ച് കിട്ടും, കൂടുതൽ കൊടുത്താൽ കൂടുതൽ കിട്ടും. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്. നിങ്ങളൊരു ടോർച്ചിൽ വെളിച്ചം അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോർച്ചിൽ വെളിച്ചം അടിക്കുന്ന ആ വെളിച്ചത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും നിങ്ങളുടെ ആ സോഴ്സ് ഡിസ്റ്റൻസ്, നിങ്ങളുടെ ആ സോഴ്സ് എന്നുള്ള ഡിസ്റ്റൻസും, നിങ്ങളിപ്പോൾ ഞാനിവിടുന്ന് വെളിച്ചടിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ നടന്നു പോകുന്നുണ്ട്, നിങ്ങൾ ഇരുട്ടത്താ നടന്നു പോകുന്നത്, ഇവിടെ നിങ്ങൾക്ക് നല്ല വെളിച്ചം കിട്ടും, നിങ്ങൾ കുറച്ചുകൂടി ദൂരെ എത്തുമ്പോഴേക്ക് വെളിച്ചം കുറയും. അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും നിങ്ങളുടെ ദൂരം കൂടുന്നതിനനുസരിച്ച്. ഒന്ന് കുറയും മറ്റേത് കൂടുന്നതിനനുസരിച്ച്, വിച്ച് മീൻസ് എന്താടാ? നെഗറ്റീവ് കോറിലേഷൻ. അങ്ങനെയാണെങ്കിൽ അടുത്തത് പ്രഷർ ആൻഡ് വോളിയം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെഗറ്റീവാണ്. അങ്ങനെയാണ് ഇവിടെ പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിളാണ് ചോദിച്ചത്. ഏതാ പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിൾ? യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് ഈൽഡ് ഓഫ് ക്രോപ്പ്. ഇതാണ് എന്ത്? പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ. അടുത്ത് നോക്ക്. ദ കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഇൻകം കൂടിയാൽ എക്സ്പെൻസും കൂടും, ഇൻകം കുറഞ്ഞാൽ എക്സ്പെൻസും കൂടും. അപ്പോൾ ഏത് കോറിലേഷനാ? സാർ പോസിറ്റീവ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്കറിയാവുന്നതാണ്. ഇനി അടുത്ത നോക്കിക്കോ. ദ കൺസംഷൻ ഓഫ് ഫ്യൂവൽ ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ വെഹിക്കിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കോറിലേഷൻ. പെട്രോളിന്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് വണ്ടി സഞ്ചരിക്കുന്ന ദൂരം. ഞാൻ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു, 100 രൂപേൻ്റെ പെട്രോൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടി ഒരുപാട് ദൂരത്തിണ്ടാവും, ശരിയല്ലേ? 50 രൂപയുടേതാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ കുറച്ച് ദൂരെ എത്തിണ്ടാവും, അതിനേക്കാളും കൂടും 100 രൂപേൻ്റെ എത്തുമ്പോൾ. അതായത് പെട്രോളിൻ്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുന്ന ദൂരം കൂടും, വിച്ച് മീൻസ് ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് കോറിലേഷൻ.
ഈസി ആണല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ, മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം. ദ കൊവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് -10 ആണ്. ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. കൊവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈക്വൽ ടു -10 ഇങ്ങനെ നമ്മൾ എഴുതാം. ആൻഡ് അടുത്തത് വേരിയൻസ് ഓഫ് എക്സ്, അത് നമ്മൾ ഇത് വി ഓഫ് എക്സ്. വി ഓഫ് എക്സ് എന്താടാ 16 ആണ്. അതേപോലെ തന്നെ വേരിയൻസ് ഓഫ് വൈ തന്നിട്ടുണ്ട് 9 ആണ്. വാട്ട് ഈസ് കോയിഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ആർ ഈസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സും സിഗ്മ വൈയും എന്താ? വേരിയൻസ് അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇവിടെ തന്നത് വേരിയൻസ് ആണ്. അങ്ങനെയാണ് സിഗ്മ എക്സ് എന്തായിരിക്കും? വേരിയൻസ് എന്താണോ അതിൻ്റെ റൂട്ടാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദാ സിഗ്മ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് റൂട്ട് ഓഫ് വി ഓഫ് എക്സ് ആണ്. അപ്പോൾ റൂട്ട് 16 എടുത്താൽ മതി. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആ. ഇനി ഇതാ നോക്ക്, സിഗ്മ വൈ എന്താ? റൂട്ട് ഓഫ് വി ഓഫ് വൈ ആണ്. വി ഓഫ് വൈയുടെ റൂട്ട്, അതായത് റൂട്ട് 9 അതെടുത്തിട്ടുണ്ടെങ്കിൽ 3 ആ കിട്ടുക. അങ്ങനെയാണ് നിങ്ങളുടെ ആറ് കിട്ടിയടാ. നോക്ക്, ആർ ഇസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് വൈ -10 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് എത്രയാ? സിഗ്മ എക്സ് കിട്ടിയത് 4, സിഗ്മ ബൈ 3. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ -10/12 കിട്ടുക. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്ക്. 10/12 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് കിട്ടും. 0.833 അല്ലേ? മൈനസ് ഉള്ളത് കൊണ്ട് -0.833. ഇതാണ് ആൻസർ. സിമ്പിൾ ആണല്ലോ. ഈക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കട്ടോ. റെഡി? ഈസിയാ. സിഗ്മ എക്സ് സിഗ്മ വൈ ആണ്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസിനാണ് വി ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഈസി. മോഡൽ എക്സാമിന് ചോദിച്ചതാണ്, 2 മാർക്കിന്റെ ചോദ്യം. ഇതേ മോഡൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാ. ഇതും അതേപോലെ മോഡൽ എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിച്ചതാ. ഇഫ് കോറിലേഷൻ കോയിഫിഷ്യന്റ് ആർ ഇസ് ഈക്വൽ ടു +1, then the correlation is R +1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. കോറിലേഷന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ അത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അതാ നോക്ക്, നിങ്ങളുടെ കോറിലേഷൻ കോയിഫിഷ്യന്റ് ഒന്നെങ്കിൽ വരിക -1 ആയിരിക്കും, അല്ലെങ്കിൽ വരും 1 ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ നടുവിലുള്ള ഏതെങ്കിലും വരിക. അതായത് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ഈ നിങ്ങളുടെ ആറ് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അതാ നോക്ക്, ഈ -1 എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ആണ്. 1 എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. -1 ആണ് വരുന്നതെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ്. +1 ആണ് നമ്മൾ പറഞ്ഞു, അത് പെർഫെക്റ്റ് എന്താണ്? പോസിറ്റീവ് ആണ്. പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. 0 ആണ് വരുന്നതെങ്കിൽ 0 കോറിലേഷനും ആയിരിക്കും കേട്ടോ. 0 കോറിലേഷൻ. ഓക്കെ, സിമ്പിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. ഇനി ഏത് പോസിറ്റീവ് വാല്യൂ വരികയാണെങ്കിലും അത് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. +1 വരികയാണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ്, -1 വരികയാണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ്. സിമ്പിൾ ആയുള്ള കാര്യമാണ്. മിനിമം വാല്യൂ ഓഫ് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്താ? ആറിന്റെ മിനിമം വാല്യൂ -1, മാക്സിമം വാല്യൂ 1. ആ കാര്യം കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം. 1 വേർഡിന് ചാൻസ് ഉള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇത് അടുത്തത്, ദ റാങ്ക്സ് ഒബ്റ്റൈൻഡ് ബൈ 8 സ്റ്റുഡൻറ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ ആർ ഗിവൺ ബിലോ. റാങ്ക് ആണ് തന്നത്. റാങ്ക് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ റാങ്ക് ആണ് തന്നത്. ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലും അതേപോലെ തന്നെ അക്കൗണ്ടൻസിയിലെ മാർക്ക് തരും. റാങ്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഇവിടെ റാങ്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദ്യം ശ്രദ്ധിച്ചോ. ഫൈൻഡ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ്. നേരത്തെ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണ്. ഇവിടെ റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ്. ഇക്വേഷൻ എന്താ? റോ ഈസ് ഈക്വൽ ടു 1 - 6 സിഗ്മ d² ബൈ n³-n. ഇതാണ് എന്ത്? റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റിന്റെ ഇക്വേഷൻ. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. വളരെ സിമ്പിളാണ്. ഇവിടെ നോക്ക് നിങ്ങൾ, 1 2 3 4 5 6 7 8 8 കുട്ടികൾ തല്ലേ തന്നത്. അപ്പൊ n എന്ന് പറഞ്ഞാൽ ഇവിടെ 8 ആണ്. n എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. n ഈക്വൽ ടു 8 ഇതാ നോക്ക്, n ഈക്വൽ ടു 8. ഇനി നോക്ക്, നമുക്ക് വേറൊരാൾ കൂടി വേണം. d², സിഗ്മ d². ആ d² എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം എക്സിലുള്ളതൊക്കെ ഇങ്ങനെ എഴുതി വെക്കും, വൈയിലുള്ളതും ഇങ്ങനെ കോളായിട്ട് എഴുതി വെക്കും. ഇനി നമുക്ക് ഡി വേണം. ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് ആലോചിച്ച് വെച്ചോ. ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. x - y-നെയാണ് നമ്മൾ d എന്ന് പറയാം. അങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നോക്കിക്കേ, 6 - 7 -1, 3 - 3 0, 4 - 5 -1, 1 - 2 -1, 8 - 6 2, 5 - 4 1, 2 - 1 1, 7 - 8 -1. അതിൻ്റെയൊക്കെ സ്ക്വയർ എടുത്തോ. ഫസ്റ്റ് ഇതാ -1ൻ്റെ സ്ക്വയർ. -1ൻ്റെ സ്ക്വയർ എന്താടാ? 1. 0ൻ്റെ സ്ക്വയർ 0, -1ൻ്റെ സ്ക്വയർ 1, -1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെത് 1, 1ൻ്റെത് 1, -1ൻ്റെത് 1. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നോക്ക്. 1 + 1 2 3 7 8 9 10. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്താ വരിക? 10 വരിക. സിമ്പിളായുള്ള കാര്യം. അപ്പോൾ നോക്ക്, അടുത്തത് നിങ്ങളുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. റോ ഈസ് ഈക്വൽ ടു 1 - 6 സിഗ്മ d² ബൈ ഇവിടെയാണ് n³ - n. സിഗ്മ d² എത്ര കിട്ടിയത് നിങ്ങൾക്ക് ഇപ്പോൾ? 10. അങ്ങനെയാണ് നിങ്ങളുടെ ഇക്വേഷൻ നോക്കിക്കേടാ. ഈസിയാണ്. 1 - 6 ഇൻറ്റു
സിഗ്മ ഡി സ്ക്വയർ 10 ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ 8 അല്ലേ, അപ്പോൾ 8 ക്യൂബ് മൈനസ് 8 എന്ന് വരിക. സോ ആൻസർ വിൽ ബി 1 മൈനസ് 6 ഇൻറ്റു 10 60. 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 8 64 ഇൻറ്റു 8 നമുക്ക് എത്ര ആൻസർ കിട്ടുക? 64 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 512 ആണ്. 512 മൈനസ് 8 എന്ന് പറയുമ്പോൾ 8 തന്നെ. അങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്ററിലൊന്ന് ആൻസർ നോക്കിക്കേ. 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 512 ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക, നമുക്ക് ആൻസർ കിട്ടും. മൈനസ് 8 അപ്പോൾ നിങ്ങളുടെ ആൻസർ ഇങ്ങനെ വരും. 1 മൈനസ് 60 ബൈ 504. 60 ബൈ 504 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 504 0.119 ആണ് കിട്ടുക. 1 മൈനസ് 1 ചെയ്താൽ മതി. 1 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റോ ഈസ് ഈക്വൽ ടു 1 മൈനസ് ദിസ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.88 സംതിങ് കിട്ടും. അപ്പോൾ ഇതായിരിക്കും എന്ത് അവിടുത്തെ റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്. സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. റോ ഈസ് ഈക്വൽ ടു 1 മൈനസ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ക്യൂബ് മൈനസ് എൻ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഈസിയാണ്. റെഡി? ആൻഡ് അടുത്ത നോക്കിക്കുക. ദ ഫോളോയിങ് ഡാറ്റ ഗീവ്സ് ദ സ്കോർസ് ഒബ്റ്റൈൻഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ബൈ 7 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഡ്രോ ദ സ്കാറ്റർ ഡയഗ്രാം ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. എടാ, സ്കാറ്റർ ഡയഗ്രാം നമുക്ക് കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ 2 വേരിയബിൾ തന്നിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ 6 റാങ്ക് കോറിലേഷൻ ഫൈൻഡ് ചെയ്തു, അതേപോലെ തന്നെ കാൾ പിയേഴ്സണും ഫൈൻഡ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്കാറ്റർ ഡയഗ്രാം. ഇവിടെ വളരെ ഈസിയാണ്. ഇവിടെ വേരിയബിൾ 18 25 ഇങ്ങനെ ഉണ്ട്. ഇവിടെ 16 34 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേരിയബിൾ ഉണ്ട്. 18 കറസ്പോണ്ടിങ് ആയിട്ട് y എത്രയാ? 16. നിങ്ങൾ എക്സ് ആക്സും വൈ ആക്സും എടുക്കുക, ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നോക്കിക്കോ, ഞാൻ എക്സിലും വൈയിലും കുറച്ച് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ വിശ്വാസം. നോക്ക്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്തത് നമ്മളിവിടെ മാർക്ക് ചെയ്തത് 18ന് എക്സ് 18 ആണെങ്കിൽ y എത്രയാ? 16. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 18 ആകുമ്പോൾ y 16. അപ്പോൾ നോക്കടാ, 15ൻ്റെയും 20ൻ്റെയും ഇടയിലാണ് 18 വരിക. ഓൾമോസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും വരും. അപ്പോൾ 18 ആകുമ്പോൾ വൈയിൽ വരിക 16. അപ്പോൾ വൈയിൽ 16 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെ വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയിന്റ് പ്ലോട്ട് ചെയ്യുക. മനസ്സിലായോ? 18ന് 16. അടുത്ത നോക്കും, 25ന് 34. എക്സ് 25 എടുക്കുമ്പോൾ y 34 വരുന്നത്. 34 എന്ന് പറഞ്ഞാൽ 35ൻ്റെ അടുത്തെത്തും. ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടാവും അല്ലേ? ഇവിടെ ഉണ്ടാവും. യെസ്, റെഡി. 35ൽ എത്തൂല, അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ ഉണ്ടാവും. 5ന് 12. എക്സ് 5 ആകുമ്പോൾ y 12 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ഉണ്ടാവും. യെസ്, അതും കിട്ടി. ഇനി അടുത്ത് 31ന് 28. എക്സ് 31 ആകുമ്പോൾ y 28 ആണ്. എക്സ് 31 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഇങ്ങനെ പോകും. y എന്ന് പറയുന്നത് 28 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തും. യെസ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടും. റെഡി? ഈസി ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. അടുത്തത് 12ന് 21. 12 എക്സ് 12 ആകുമ്പോൾ y 21 ആണ്. അപ്പോൾ 12ന് 21 ഓൾമോസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. റെഡി? ആൻഡ് അടുത്ത നോക്ക്, 22 25. എക്സ് 22 എടുക്കുമ്പോൾ y 25 കിട്ടുക. 22 എടുക്കുമ്പോൾ 25 കിട്ടുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. റെഡി? ആൻഡ് 28ന് 31. 28 എന്ന് പറയുമ്പോൾ 25 കഴിഞ്ഞ് ഇവിടെ വരും. 31 അല്ല പറഞ്ഞത്. അപ്പോൾ 31 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നോക്കിക്കേ, കൃത്യമായിട്ട് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾ ഓൾറെഡി പഠിച്ച സംഭവമാണ് +1-ലൊക്കെ. അപ്പോൾ ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഈസി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. മോഡൽ എക്സാമിന് ഇതിൽ നിന്ന് ചോദിച്ചത് 8 മാർക്കിനാണ്. ആ ഒരു വെയിറ്റേജ് തന്നെ പബ്ലിക് എക്സാമിനും പഠിക്കാം. കുറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ പോരെ. അപ്പോൾ ഈസി ആയിട്ട് പഠിക്കുക. വളരെ അടിപൊളിയായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു തീർക്കണം. സിമ്പിളാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.